ഗ്രഹനാഥനും കുടുംബവും ആശുപത്രിയിൽ. കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തു. ഉടുതുണി പോലും എടുക്കാനാവാതെ കുടുംബം. ചേർത്തലയ്ക്കടുത്ത് മുഹമ്മയിലാണ് സംഭവം. ഡെങ്കിപ്പനി ബാധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മകനെ ശുശ്രൂഷിക്കാൻ കൂടെ നിന്നിരുന്ന കുടുംബത്തിന്റെ വീടും പറമ്പും ജപ്തി ചെയ്തു. കേരള ബാങ്കിന്റെ മുഹമ്മ ശാഖയിൽ നിന്നും വായ്പയെടുത്ത 5 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് മുഹമ്മ 13-ാം വാർഡിൽ പുളിക്കൽ വീട്ടിൽ രാജേന്ദ്ര പ്രസാദിന്റെ 10 സെന്റ് സ്ഥലവും വീടും ആലപ്പുഴ കോടതി നിർദ്ദേശത്തെ തുടർന്ന് വ്യാഴാഴ്ച ജപ്തി ചെയ്തത്. അവര് വണ്ടാനം ഹോസ്പിറ്റലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവര് പനിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഹോം ഹോസ്പിറ്റലായിരുന്നു ആദ്യം. ഡെങ്കിപ്പനിയായിട്ട് വണ്ടാനം ഹോസ്പിറ്റലുണ്ട്. എന്നാലും അവര് വീട്ടുകാർ പോലും അറിയാതെ ഇവിടെ വന്ന് സീലി വെച്ച് പോയിരിക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കിലുള്ള ആൾക്കാരും. അവർക്ക് ഈ മനസാക്ഷി പോലും ഇല്ലാതെ രീതിക്ക് അവരിപ്പോൾ ചെയ്തിട്ട് പോയി. അപ്പം അവർക്കിനി വന്ന് കയറാനായിട്ടൊരു കിടക്കയില്ലാത്തൊരവസ്ഥയാണ്. ഒരു കയറി നിൽക്കാനുള്ളൊരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ്. ഉടുതുണി പോലും വീട്ടിൽ നിന്ന് എടുക്കാൻ സാധിക്കാതെയും ഉപജീവന മാർഗമായ സോഡ ഫാക്ടറി തുറക്കാൻ പറ്റാതെയും രാജേന്ദ്രപ്രസാദും കുടുംബവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. 2012 എടുത്ത 5 ലക്ഷം രൂപയിൽ പലതവണയായി 3 ലക്ഷത്തിന് മേൽ അടച്ചു തീർത്തിട്ടുണ്ടെന്ന് രാജേന്ദ്രപ്രസാദ് പറയുന്നു. പിന്നീട് മക്കളുടെ പഠനച്ചെലവും സ്വന്തമായി നടത്തുന്ന സോഡ ഫാക്ടറി നഷ്ടത്തിലായതും മൂലം പണമടയ്ക്കാൻ പറ്റിയില്ല. ഇതേ തുടർന്ന് കേരള ബാങ്ക് നടപടികളുമായി മുന്നോട്ട് പോകുകയും കേസ് കോടതിക്ക് കൈമാറുകയുമായിരുന്നു. വ്യാഴാഴ്ച ജപ്തി നടപടികൾക്കായി എത്തിയ ഉദ്യോഗസ്ഥർ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി പുതിയ പൂട്ടിടുകയുമായിരുന്നു. രാജേന്ദ്രപ്രസാദിന്റെ മരുന്ന് വീടിനുള്ളിലാവുകയും സോഡ നിർമ്മാണം നടത്താൻ പറ്റാതെ ജീവിതമാർഗം വഴിമുട്ടുകയും ചെയ്തു. 2 മക്കളും ഭാര്യയും ഉൾപ്പെടുന്നതാണ് രാജേന്ദ്രപ്രസാദിന്റെ കുടുംബം. വീട്ടിൽ കയറാൻ നിവൃത്തിയില്ലാതെ വന്നതോടെ മകളെ ഭാര്യ ഷർമിളയുടെ കാവുങ്കലെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് പണം ഗഡുക്കളായി അടയ്ക്കാൻ സാവകാശം തരണമെന്നാവശ്യപ്പെട്ട് രാജേന്ദ്രപ്രസാദ് കളക്ടർക്ക് നിവേദനം നൽകും. വിൻ മീഡിയ, ആലപ്പുഴ.